നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് മുന്നിലുള്ള ഏറ്റവും ശക്തമായ വഴിയായിരുന്നു മഞ്ജു വാര്യർ. തങ്ങളുടെ കുടുംബജീവിതം തകരാൻ അതിജീവിതയാണ് കാരണമായതെന്നുള്ള ധാരണയാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായ മഞ്ജു വാര്യർ തന്റെ വിവാഹമോചനത്തിലേക്ക് നയിക്കാൻ ഇടയായ കാരണങ്ങൾ വിശദമായി തന്നെ മൊഴിയിൽ നൽകിയിട്ടുണ്ട്. ദിലീപിന് കാവ്യയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് താൻ ആദ്യമായി അറിയുന്നത് നടിയിൽ നിന്നല്ല എന്ന് മഞ്ജു വാര്യരുടെ മൊഴി വ്യക്തമാക്കുന്നു. വീട്ടിലുണ്ടായിരുന്ന ദിലീപിന്റെ പഴയ ഫോണിൽ കാവ്യയുടെ ചില മെസ്സേജുകൾ മഞ്ജു കാണാനിടയായതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ആ സമയം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ദിലീപ് പുറത്തായിരുന്നു. ദിലീപിന്റെ പഴയ ഫോണിലെ മെസ്സേജുകൾ കാവ്യയുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നതായിരുന്നു. ഇതേക്കുറിച്ച് ദിലീപുമായും കാവ്യയുമായും ഫോണിൽ സംസാരിക്കാൻ മഞ്ജു ശ്രമിച്ചിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് തിരക്കിന്റെ പേരിൽ ദിലീപ് സംസാരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല കാവ്യയും ഇതേക്കുറിച്ച് സംസാരിച്ചില്ല. തുടർന്ന് മഞ്ജു കാവ്യമാധവന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയായിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു. ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തങ്ങൾക്ക് സൂചനയുണ്ടെന്നും അതിൽ താല്പര്യമില്ലെന്നുമുള്ള തരത്തിലായിരുന്നു കാവ്യയുടെ അമ്മ സംസാരിച്ചത്. ഈ സമയത്ത് കാവ്യ വിവാഹിതയായിരുന്നു. എന്നാൽ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കാവ്യ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. റിമി ടോമിക്കും അതിജീവിതയ്ക്കും ദിലീപ് കാവ്യ ബന്ധം സംബന്ധിച്ച് അറിയാമെന്ന് മഞ്ജുവിനോട് സൂചിപ്പിക്കുന്നത് കാവ്യയുടെ അമ്മയാണെന്നും മഞ്ജു വാര്യരുടെ മൊഴിയിൽ പറയുന്നുണ്ട്. തുടർന്ന് സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനും സംയുക്ത വർമ്മയ്ക്കുമൊപ്പം മഞ്ജു വാര്യർ അതിജീവിതയെ കാണാൻ അവരുടെ വീട്ടിൽ പോകുന്നു. ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ചുള്ള മഞ്ജുവിന്റെ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകാൻ അതിജീവിത തയ്യാറായിരുന്നില്ല. എന്നാൽ അറിയുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ അച്ഛൻ പറഞ്ഞതോടെ കാര്യങ്ങൾ അതിജീവിത മഞ്ജുവിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സംയുക്തയുടെ വീട്ടിലേക്ക് പോയ മഞ്ജു അവിടെ വെച്ച് വീണ്ടും കാവ്യയുടെ അമ്മയെ ഫോണിൽ വിളിച്ചു. അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ പങ്കുവച്ചു. താൻ കാവ്യയുമായി സംസാരിച്ചുവെന്നും ദിലീപുമായി ഇനി ബന്ധം തുടരില്ലെന്ന് കാവ്യ ഉറപ്പു തന്നുവെന്നും കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറഞ്ഞു. പിന്നീട് കാവ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മഞ്ജു വാര്യർ ദിലീപിന്റെ കുടുംബാംഗങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവതരിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ദിലീപ് തിരിച്ചെത്തി. കാവ്യയുമായുള്ള ചാറ്റിങ്ങിനെ കുറിച്ച് മഞ്ജു ചോദിച്ചപ്പോൾ അത് ഓർമ്മയില്ലെന്നും കാവ്യ കുട്ടിക്കളിയുള്ള ആളായതുകൊണ്ട് അത്തരം മെസ്സേജുകളൊന്നും കാര്യമായി എടുക്കേണ്ട എന്നുമായിരുന്നു ദിലീപിന്റെ മറുപടിയെന്നും മഞ്ജു വാര്യർ നൽകിയ മൊഴിയിൽ പറയുന്നു. അതിജീവിതയുമായി മഞ്ജു സംസാരിച്ച കാര്യം ദിലീപ് അറിഞ്ഞിരുന്നു. ഇത് ദിലീപിന്റെ സംസാരത്തിൽ നിന്ന് തനിക്ക് വ്യക്തമായെന്ന് മഞ്ജു പറയുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നം വഷളാവുകയും അത് വിവാഹമോചനത്തിലേക്ക് നയിക്കുകയുമായിരുന്നു.